نستعينه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا ومولانا محمد صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. وقال رسول الله صلى الله عليه وسلم: ما من أيام أعظم عند الله ولا أحب إليه العمل الصالح فيهن من هذه الأيام العشر فأكثروا فيهن من التهليل والتكبير والتحميد. صدق الله وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ ഔദാര്യത്തിന്റെ ഭാഗമാണ് ചില ഖൈറായ അമലുകൾക്ക് വേണ്ടി പ്രത്യേകം സീസൺ സമയങ്ങളെ അള്ളാഹു തആല ശ്രേഷ്ഠമാക്കി നമുക്ക് നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ അവസരങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി തുടരെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഗണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശ്രേഷ്ഠമാക്കിയിട്ടുള്ള, വളരെ മഹത്തമാക്കിയ ദിവസങ്ങളാണ് നമ്മൾക്ക് ഇന്നതിന്റെ രണ്ടാമത്തെ ദിവസമായ ദുൽഹജ്ജിന്റെ പ്രധാനപ്പെട്ട 10 ദിനരാത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് വരെ പറയാൻ മാത്രം മഹത്വമർഹിക്കുന്ന ഒരു ദിവസമാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തന്റെ തഫ്സീറിലൂടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് 10 രാവുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള രാവുകളും അതിനോട് തുടർന്ന് അതിന്റെ പകലുമാണ് എന്ന് അദ്ദേഹം സംയുക്തമായ രീതിയിൽ സമർത്ഥിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഭവങ്ങളെ നമുക്ക് നൽകി അനുഗ്രഹിച്ചതിന്റെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു: ലിയശ്ഹദു മനാഫിയ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മാലൂമാത്ത് എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആൻ ശരീഫിൽ 2 സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് ലിയശ്ഹദു മനാഫിയ ലഹും, അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ മേഖലകളിൽ അവർ സന്നിധരാകാൻ വേണ്ടിയും വിശ്വാസികൾ. അല്ലാഹു തആല ഇതെല്ലാം വെച്ച് തന്നിട്ടുള്ളത് ഹജ്ജിന്റെ കർമ്മങ്ങളും അതേപോലെ തന്നെ ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ അല്ലാഹു പറഞ്ഞു തന്നത് മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഏറ്റവും മനാഫിയായ പ്രയോജനപ്രദമായ വിഷയങ്ങളിൽ അവർ ഹാജരാകാൻ വേണ്ടി, സാക്ഷിയാകാൻ വേണ്ടി. വയദ്കുറു ഇസ്മല്ലാഹി, അള്ളാഹുവിന്റെ നാമത്തെ അവർ ഉച്ചരിക്കാൻ വേണ്ടിയും എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ നാമത്തെ അവര് സ്മരിക്കാൻ വേണ്ടിയും. ഫീ അയ്യാമിൻ മാലൂമാത്തിൻ എന്ന് പറയുന്നു. മാലൂമായ ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരാലും അറിയപ്പെട്ട പ്രസിദ്ധമായ ചില ദിവസങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് അയ്യാമിൻ മാദൂദാത്ത് എന്ന് പറയുന്നുണ്ട്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ നാമത്തെ അള്ളാഹു തആല അവർക്ക് നൽകി അനുഗ്രഹിച്ച ബലിമൃഗങ്ങളുടെ മേൽ പടച്ചവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയർപ്പിക്കാൻ വേണ്ടി അത് എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ എന്നും പറയുന്നുണ്ട്. ഒന്ന് മാദൂദാത്താണ്, മറ്റൊന്ന് മാലൂമാത്താണ്. രണ്ടിലും അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ അള്ളാഹു പറയുന്നു. രണ്ടിലെയും ദിവസങ്ങളെ വളരെ കൃത്യമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിലൂടെ ഈ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ 2 വചനങ്ങൾക്കും വളരെ കൃത്യമായ തഫ്സീറുകൾ കാണാൻ സാധിക്കും. ഒന്ന് മാലൂമാത്താണ്, അറിയപ്പെട്ട ദിവസങ്ങൾ, പ്രസിദ്ധമായ ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അശ്ർ ദുൽഹിജ്ജയാണ്. ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് അല്ലാഹു തആല അല്ലാഹുവിനെ സ്മരിക്കാൻ, ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിന്റെ തഹ്ലീലും തക്ബീറും ചൊല്ലാൻ എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ 10 ദിവസങ്ങളാണ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മലയാളികളായ നമ്മളെ സംബന്ധിച്ചോളം ഒക്കെ സാധാരണ പതിവുള്ളത് നമ്മൾ ദിക്ർ ചൊല്ലാനൊക്കെ തക്ബീർ ചൊല്ലാനുമൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കാറുള്ളത് പെരുന്നാൾ ദിവസം
പിന്നെ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളും കൂടെ ചേർന്ന് എടുക്കാറുണ്ട്. പക്ഷേ അതിന്റെ കർമ്മരംഗത്ത് നോക്കുമ്പോൾ സലഫ് സാലിഹ്യങ്ങളായ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങളിലൂടെ കാണാവുന്ന മഹത്തായ ഒരു മാതൃകയാണ് ദുൽഹജ്ജ് 1 മുതൽ തന്നെ തക്ബീർ കൊണ്ട് നമ്മൾ അലങ്കൃതമാക്കേണ്ടതുണ്ട്. അത് ഖത്തീബ് അവറുകൾ ഇവിടെ വളരെ കൃത്യമായി നമ്മോട് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ ദിക്ർ പറയണമെന്ന് പറഞ്ഞത് അത് ബലികർമ്മങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ബലിമൃഗങ്ങളെ കാണുമ്പോഴുള്ള ദിക്റുകളും പിന്നെ പ്രത്യേകമായ ചില ദിക്റുകളുമാണ്. അത് ഖാസായ ദിക്റാണ്. അതിന്റെ ദിവസം നമ്മൾ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ തുടങ്ങാറുള്ളത്, അതായത് അറഫ ദിവസത്തിന്റെ ഫജ്ർ മുതൽ ഫിഖ്ഹിന്റെ കിതാബുകളിൽ അയിമത്തുകളൊക്കെ രേഖപ്പെടുത്തിയ അങ്ങനെ തന്നെയാണ്. അറഫ ദിവസത്തിന്റെ ഫജ്ർ മുതൽ നമസ്കാരാനന്തരം ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ഉള്ള ദിക്ർ, നമ്മള് തക്ബീർ പെരുന്നാളിൽ ചൊല്ലുന്ന അതേ തക്ബീർ അത് ഒരു 3 വട്ടമെങ്കിലും ചൊല്ലുക എന്നുള്ളത് എല്ലാ ഫർദ് നമസ്കാരാനന്തരവും. അതങ്ങനെ പോയി പെരുന്നാളിന്റെ അന്നും പിന്നീടുള്ള 11, 12, 13 എന്ന് പറയപ്പെടുന്ന അയ്യാമു തശ്രീഖിന്റെ ഈ 3 ദിവസങ്ങളും ഇങ്ങനെ ഏകദേശം 5ഓളം ദിവസങ്ങളിൽ ഈ തക്ബീറുകള് ചൊല്ലുക എന്നതാണ് അല്ലാഹു തആല അയ്യാമിൻ മഅദൂദാത്ത് എന്ന വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ആയത്തുകളിലൂടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഏതായിരിക്കും മറ്റേ ദിക്ർ? അയ്യാമിൻ മഅലൂമാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങൾ നിങ്ങൾ ഉച്ചരിക്കാൻ, അള്ളാഹുവിന്റെ സ്മരണകൾ നിങ്ങൾ നിലനിർത്താൻ വേണ്ടി അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലണമെന്ന് പറയുമ്പോ ആ ദിവസങ്ങൾ 1 മുതൽ 10 വരെയുണ്ട് എന്ന് പറയുമ്പോൾ അതിന് മനസ്സിലാക്കപ്പെടേണ്ടത് അല്ലാമ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാക്കുമൊക്കെ ഖത്തീബ് അവറുകൾ ഉണർത്തിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു, അത് മുത്ലഖായ ദിക്റാണ്, യാതൊരു ബന്ധനവുമില്ലാത്ത നിബന്ധനകളുമില്ലാത്ത എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഫർദ് നമസ്കാരത്തിന് ശേഷമെന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോഴെന്നോ അതല്ലെങ്കിൽ ബലിമൃഗങ്ങളെ കാണുമ്പോൾ മാത്രമെന്നോ എന്നൊന്നും യാതൊരു നിബന്ധനയുമില്ലാതെ നിരുപാധികം എപ്പോഴൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നോ താല്പര്യമുണ്ടോ അപ്പോഴൊക്കെ ആ ദിക്റുകൾ നമ്മൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീറിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വ്യക്തമാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുവചനവും കൂടെ ഖത്തീബ് നമ്മളോട് ഈ കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞു, ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ഖുത്ബയിലും ഖത്തീബ് ഉണർത്തുകയുണ്ടായി. മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബ ഇലൈഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടകരമായതും പടച്ചവന്റെ സന്നിധിയിൽ ഏറ്റവും അത്യുന്നതമായതുമായ ഒരു ദിവസവും ഭൂലോകത്തില്ല. അൽ അമലു സാലിഹു ഫീഹിന്ന, ആ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കൽ പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടകരമായ മറ്റൊരു അമലുമില്ല. മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ പറയുന്ന വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ അല്ലെങ്കിൽ ഈ അയ്യാമിൻ മാലൂമാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസവും ഭൂലോകത്തില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅക്ഫിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഇമാം അഹ്മദിന്റെയും അബൂദാവൂദിന്റെയും റിവായത്തിൽ കാണാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും ഉച്ചരിക്കണമെന്ന്. നമുക്കറിയാം തഹ്ലീല് തക്ബീർ അല്ലാഹു അക്ബറിന്റെ ഷോർട്ട് പദമാണ് തക്ബീർ എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷോർട്ട് പദമാണ് തഹ്ലീല് എന്നുള്ളത്. അൽഹംദുലില്ലാ എന്നതിന്റെ ഒരു നാമമാണ്, ഇസ്മുകളാണ് അത് തഹ്മീദ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് തസ്ബീഹ് എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ദിക്ർ നിങ്ങൾ ഉച്ചരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ ഗൾഫ് നാടുകളിലുള്ള തക്ബീറുകളുടെ വ്യത്യസ്തമായ രൂപം കാണുമ്പോൾ ചില സുഹൃത്തുക്കളെ നമ്മളോടൊക്കെ സംശയ രൂപത്തിൽ ചോദിക്കാറുള്ളത്, എന്ത് തക്ബീർ അവർ ചെല്ലുന്നത്? നമ്മുടെ നാട്ടിൽ ചെല്ലിശീലുള്ള തക്ബീറല്ലല്ലോ ഇവിടെ ചെല്ലുന്നത്. പ്രധാനമായിട്ടും 3 തരം തക്ബീറുകൾ സഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന 2 തരം തക്ബീറുകളിൽ അതിൽ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ ഉച്ചരിച്ച് കേട്ടിട്ടുള്ള അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ഇതാണ് നമ്മൾ പെരുന്നാളിൽ ചൊല്ലുന്ന തക്ബീർ. ഇത് പ്രസിദ്ധനായ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ മദ്ഹ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഹിബ്റുൽ ഉമ്മ എന്ന് വിശേഷിക്കപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം തന്റെ ഗവർണറായി നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നടപ്പാക്കുകയും പറയുകയും ചെയ്തുവെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഈ തക്ബീർ.
പിന്നെ 2 തക്ബീർ മാത്രം, അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കതീറ എന്ന് പറഞ്ഞ രൂപത്തിൽ ഇന്നത് അവസാനം വലില്ലാഹിൽ എന്തുകൊണ്ട് അവസാനിക്കുന്ന ഒരു തക്ബീറുണ്ട്. ചില നാടുകളിലൊക്കെ അതുണ്ട് വേണം. അങ്ങനത്തെ തക്ബീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ തക്ബീർ ഇങ്ങനെയുള്ള വെറുതെ നമ്മൾ സാധാരണഗതിയിൽ മറ്റു ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ദിക്റുകളും തസ്ബീഹ് തല്ലലും ഒക്കെ മത്ലൂബാണ്, നമ്മളോട് കൽപ്പിക്കപ്പെട്ടുള്ളത് തന്നെ. പക്ഷേ ഈ പെരുന്നാളിന്റെ അതല്ലെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ഈ പ്രത്യേകമായ തക്ബീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടുള്ള ഈ തക്ബീർ തന്നെയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറാണ്. ഈ തക്ബീറാണെന്നതിന് അനവധി തെളിവുകളുണ്ട്. അതിന് വളരെ പ്രസിദ്ധമായ ഒരു സംഭവം ഖത്തീബ് ഇന്ന് നമ്മുടെ ഖുത്ബയിലൂടെ നമ്മൾ ഉണർത്തി. ഖത്തീബിന്റെ ഖുത്ബ വളരെ സ്പീഡും വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. അദ്ദേഹം വളരെ കാതലായ ചില വിഷയങ്ങളാണ് ഖുത്ബയിലൂടെ ഫിഖ്ഹോട് കൂടി ചേർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, ഈ പ്രസിദ്ധരായ 2 സഹാബാക്കളും ഈ തക്ബീർ ചാലുവാക്കാനും ആളുകൾക്കിടയിൽ ഓർമ്മപ്പെടുത്താനും ജനങ്ങൾക്കത് ഇങ്ങനെ ഒരു പ്രത്യേകമായ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരുടെ തക്ബീറിന്റെ ധ്വനി കേട്ടുകൊണ്ട് മറ്റുള്ളവരും തക്ബീർ ചൊല്ലാൻ വേണ്ടി ഇവർ 2 പേരും ചേർന്നുകൊണ്ട് സൂക്കുകളിലേക്ക് കമ്പോളങ്ങളിലേക്ക് ചെല്ലുകയും എന്നത് അത്യുച്ചത്തിൽ അവരുടെ തക്ബീറിലും ചെയ്യുമായിരുന്നു. ഈ തക്ബീർ ഇവർ ചെല്ലുന്നത് കേട്ടുകൊണ്ട് ബാക്കിയുള്ളവരും തക്ബീർ ധ്വനികൾ കൊണ്ട് ആ അങ്ങാടികളും കമ്പോളങ്ങളും തക്ബീർ ധ്വനികൾ കൊണ്ട് മുഴങ്ങുമായിരുന്നുവെന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോട് പറയുകട്ടെ. അത് നമുക്ക് ഇന്നൊക്കെ തുടങ്ങേണ്ടിയുള്ളതാണ്. ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഈ തക്ബീറാത്തുകൾ കൊണ്ട് നമ്മൾ ഹയാത്താക്കേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും 365 ദിവസവും തക്ബീർ അല്ലേണ്ടതല്ലേ, സുബ്ഹാനല്ലാഹ് അല്ലെന്നും അള്ളാഹുവിന്റെ ദിക്ർ ചെല്ലേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല ഇങ്ങനെ പ്രത്യേകം അള്ളാഹുവിന്റെ ഇസ്മുകളെ നിങ്ങൾ സ്മരിക്കണം, ദിക്ർ ചെല്ലണം, ഫി അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പ്രത്യേകം ഈ ദിവസങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ദിവസങ്ങളെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. കേവലം പെരുന്നാൾ അന്ന് മാത്രം ഒതുക്കുകയോ അല്ലെങ്കിൽ പള്ളി കയറി നിസ്കരിക്കാൻ വിധിക്കപ്പെട്ടുപോയാൽ ഖത്തീബ് പറഞ്ഞു തന്നാൽ മാത്രം ചൊല്ലുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിക്കളഞ്ഞു. നമുക്ക് ഖത്തീബ് കൂട്ടപ്രാർത്ഥന നടത്തിയാൽ മാത്രം നമ്മൾ ദുആ-ആമീൻ പറയും, നമ്മളായിട്ട് വിചാരിക്കില്ല. ആ ശൈലിയൊക്കെ ഒഴിവാക്കണം. ഇവിടെ ഒരു പക്ഷേ അങ്ങനെ ജഹരിയായ രീതിയിലുള്ള ഒരു ദിക്ർ ചൊല്ലി ഓർമ്മപ്പെടുത്തലുകളൊന്നും നമുക്കില്ലെങ്കിലും നമുക്ക് അതിന്റെ എൽമുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫർദ് നമസ്കാരാനന്തരം നമ്മൾ ഇത് നിർവഹിക്കണം. ആ 4 ദിവസങ്ങളിൽ നിർവഹിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറഫയുടെ ദിവസം ഫജ്ർ മുതൽ ഏകദേശം അയ്യാമു തശ്രീഖിന്റെ ദുൽഹജ്ജ് 13 അസർ വരെയും അത് നിർവഹിക്കണം. അത് ഫർദ് നമസ്കാരാനന്തരങ്ങളാണ്. മറ്റ് പൊതുവായുള്ള തക്ബീറാത്തുകൾ നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് ഏതെല്ലാം സമയങ്ങളിൽ, ഒരുപക്ഷെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ ഹജ്ജിന് ഇഹ്റാം കെട്ടി അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി പോകുമ്പോൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ തൽബിയത്തെല്ലാം വേണ്ടി പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലം പറയുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ അശ്രദ്ധയിലായി പോകുമെങ്കിലും നമ്മൾ നമ്മുടെ അഹിബ്ബാകളെ സുഹൃത്തുക്കളെയും സഹയാത്രികയും പരസ്പരം പിരിഞ്ഞതിനു ശേഷം കണ്ടുമുട്ടുമ്പോൾ തക്ബീർ കൊണ്ട് നമ്മൾ തുടങ്ങണം എന്നാണ് പറയുന്നത്. മറ്റേതെങ്കിലും സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3 വട്ടം തക്ബീർ തഹ്ലീൽ ചൊല്ലിയിട്ട് അല്ല തൽബിയത്ത് ചൊല്ലിയിട്ട് പിന്നെ വേണം സംസാരത്തിലേക്ക് കിടക്കാമെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മളിതൊന്ന് ഓർമ്മപ്പെടുത്തൽ, നമുക്ക് പരിചയമുള്ള കമ്പോളങ്ങളിൽ കയറിച്ച് സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആടുപാടുകളെ കന്നുകാലികളെ വാങ്ങാൻ ചെല്ലുമ്പോഴൊക്കെ പറയാവുന്നതാണ്. അവരോട് ചെല്ലട്ടെ, ഇങ്ങനൊരു ഹയാത്താക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി നോക്കി. വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ഓരോ ആയത്തുകളും നമുക്ക് ആകാശലോകത്തിന്റെ അപ്പുറത്തേക്കും ഭൂമിയുടെ താഴേക്കുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിന്റെ കർമ്മരംഗത്ത് നമ്മൾ സകല മേഖലകളിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ശോഭനീയമായിരിക്കുമെന്ന് ചിന്തിക്കാൻ വേറൊന്നും ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് ശേഷം അല്ലാഹു അക്ബറിലേക്ക് കിടക്കുമ്പോൾ പലരും വാവ് തീർക്കാൻ വിട്ടുപോകാറുണ്ട്. അവിടെ വല്ലാഹു അക്ബർ എന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ഈ തക്ബീർ സഹാബത്തിൽ നിന്ന് വളരെ കൃത്യമായി ഉദ്ധരിക്കപ്പെട്ടുള്ള തക്ബീറാണ്. നമ്മളത് ശ്രദ്ധിക്കണം, ചൊല്ലുകയും ചെയ്യാം. എന്തെല്ലാം ഉമ്മഹാത്തുൽ അമാൽ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറയുന്നത് ഈ ദിവസങ്ങളെ അല്ലാഹു തആല ഇങ്ങനെ സത്യം ചെയ്ത് പറയാൻ കാരണം ഉമ്മഹാത്തുൽ ഇബാദാത്ത്,
ആരാധനാ കർമ്മങ്ങളുടെ, ഖുർബാത്തുകളുടെ, അള്ളാഹുവിനോട് അടുപ്പിക്കുന്ന കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിഷയങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു റിവായത്ത് ഖത്തീബ് എന്ന് ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഏറ്റവും സയ്യിദായത്, ഈ ദിവസങ്ങളുടെ നേതാവാരാണ്, ഈ 10 ദിവസങ്ങളിൽ ഏറ്റവും ഉയർന്നത് ഏതാണ്? യൗമു അറഫയാണ്. അറഫ ദിവസമാണ്. ഈ 10 ദിവസങ്ങളിൽ ദുൽഹജ്ജ് 9 ആകുന്ന അറഫ ദിവസമാണ്. നമ്മൾക്ക് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചത് വെള്ളിയാഴ്ച അറഫായാൽ ഹജ്ജുൽ അക്ബർ ആണെന്നുള്ള സ്വരമുണ്ട്. അങ്ങനെ അഭിപ്രായം ആളുകൾക്ക്, ചില ആളുകൾക്ക് ഇല്ല എന്നൊന്നുമില്ല. യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ആ യൗമിന്റെ ശ്രേഷ്ഠത അൽ അക്ബർ. അൽ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ കുറെ ദിവസങ്ങളുണ്ട്. ഹജ്ജിന്റെ യൗമു തർവിയ മുതൽ ഏകദേശം 8 മിനായിലേക്ക് ആളുകൾ മക്കയിൽ നിന്ന് പോകുന്ന ദിവസം മുതൽ ഹജ്ജിന്റെ ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഹജ്ജിന്റെ ഈ ദിവസങ്ങളിൽ നിന്ന് അത് മുതൽ അയ്യാമത്ത് ശരീക്കിന്റെ മിനായിൽ കഴിയുന്നത് വരെയുള്ള ദിവസങ്ങൾക്ക് അയ്യാമുൽ ഹജ്ജ് എന്ന് ഒരു ചുരുക്ക രൂപത്തിൽ പറയപ്പെടാറുണ്ട്. ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അക്ബറായ ദിവസം, ഈ ദിവസങ്ങളിൽ ഏറ്റവും അക്ബറായ ദിവസം അറഫ ദിവസമാണ്. ഈ അറഫ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനകോടി ജനങ്ങളെ അല്ലാഹു തആല പാപങ്ങൾ കഴുകി വൃത്തിയാക്കി നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചനം നൽകി. ഇബ്ലീസ്, പിശാച് വളരെ നിരാശയോടുകൂടി കാണപ്പെടുകയും വളരെ ഖേദത്തോടെ വിരണ്ടോടുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഹജ്ജുൽ അക്ബറിന്റെ ഈ ദിവസമാകുന്ന അറഫ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നരളി, അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് അല്ലാഹുവിന്റെ തജല്ലിയാത്ത് പടച്ചതമ്പുരാൻ ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു തആല അവന്റെ മലായികത്തുകളോട് പറയും, യാ മലായികത്തി, നിങ്ങൾ നോക്കൂ, ഇൻദുറു ഇലാ ഇബാദി ജാഉനി ശുഅഫൻ ഗുബറൻ. അല്ലയോ എന്റെ മലായികത്തുകളെ, നിങ്ങളൊന്ന് നോക്കി, എന്റെ ഈ അടിമകളും അടിയാറുകളും അടിമകളുമായ ഈ ആണും പെണ്ണും അടങ്ങുന്ന ഈ വയോവൃദ്ധരടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ വന്നിട്ട് കൈനീട്ടുന്ന അവസ്ഥ നിങ്ങളൊന്ന് നോക്കി. യാത്രയുടെ ലക്ഷണങ്ങൾ കൊണ്ട് പൂർണ്ണമായും പൊടി പിടിച്ച വസ്ത്രങ്ങളുമായിട്ടും അവരുടെ മുടികളെല്ലാം ജടകുത്തിയവരായ നിലയിലും എണ്ണ കൊടുക്കാതെ ജടകുത്തിയവരായ നിലയിലും വന്നിരിക്കുന്ന ഇവരുടെ അവസ്ഥ നോക്കി അവരെന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് നരകമോചനമാണ്, ഭാവമോചനമാണ് ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു, നിങ്ങൾ സാക്ഷിയാണ് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ മലായികത്തുകളോട് അല്ലാഹു തആല പറയും. ഇങ്ങനത്തെ മഹത്തായ അറഫ ദിവസം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല തൗബ സ്വീകരിച്ച ദിവസം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾക്ക് അല്ലാഹു തആല പല സംഭവങ്ങൾക്കും സാക്ഷ്യം കുറിച്ചിട്ടുള്ള ഈ ദിവസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുൽ അക്ബർ, യൗമുൽ ഹജ്ജുൽ അക്ബർ, ഹജ്ജുൽ അക്ബറിന്റെ ദിവസം എന്ന് ഈ അറഫ ദിവസത്തിന് എല്ലാ വർഷത്തിനും പറയുന്ന ഒരു പേരാണ് അറഫ ദിവസത്തിന്. നിങ്ങൾ അവിടുന്ന് പറഞ്ഞു, സൗമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി, അല്ലാഹുവിൽ ഞാൻ അറഫ ദിവസത്തിന്റെ നോമ്പിൽ ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷിക്കുന്നത് അന്നഹാ യുകഫിറു സനതല്ലതി ഖബ്ലഹാ വസ്സനതല്ലതി ബഅദഹാ, ഒരു മുൻ വർഷത്തിന്റെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെയും പാപങ്ങൾ അല്ലാഹു തആല പൊറുപ്പിക്കുമെന്ന് ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്, ഇതിലൊരു വ്യക്തമായ ഒരു സൂചനയുണ്ട്, ഒരു കൊല്ലം കൂടെ ആയുസ്സും കിട്ടുമെന്നുള്ളത്. കാരണം വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെ പാപങ്ങളും കൂടെ പൊറുപ്പിക്കപ്പെടണമെങ്കിൽ ആ ഒരു കൊല്ലം കൂടെ ആ മനുഷ്യൻ ജീവിച്ചിരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് വലിയ വലിയ പ്രയോജനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു നോമ്പാണ് അറഫ ദിവസത്തിന്റെ നോമ്പ്. നമുക്കിന്ന് ആകെ കൺഫ്യൂഷൻ ഉള്ളത്, നാട്ടിലൊരു പക്ഷേ അറഫ ദിവസം ആകുന്നതില്ല ജമ്പളാണ്. ഇവിടെ അറഫ ദിവസം നമ്മള് ശനിയാഴ്ച ആകുമ്പോൾ നാട്ടിൽ പക്ഷേ വെള്ളിയാഴ്ച, ഇവിടെ വെള്ളിയാഴ്ച ആകുമ്പോൾ നാട്ടിൽ പക്ഷേ ശനിയാഴ്ച ആയി പോകുന്നത് നമ്മൾ കാട്ടുന്നതാണ്. ഒന്നും കാട്ടാനുള്ള നമുക്ക് രണ്ടും കിട്ടണം. രണ്ട് പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളും വീക്ഷണവും മനസ്സിലാക്കാനായിട്ട് ഒരു 2 ദിവസം നോമ്പ് വെച്ചാൽ ഉണ്ടാവില്ല വർഷത്തുണ്ട്. അങ്ങനെ വെച്ചൂടെ? 2 ദിവസം എന്നല്ല. ഖത്തീബ് എന്നൊരു ഹദീസ് എന്നോട് ഉണർത്തി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഹഫ്സ ബീവി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്, ആയിഷ ബീവി അതിന് വിരുദ്ധമായി റിവായത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഹദീസുകളുടെ ഖാനൂനും ഉസൂലും അനുസരിച്ച് ഒരു മുസ്ബിത്ത് സ്ഥിരപ്പെടുത്തുന്നവരുടെ ഹദീസിന് മുൻഗണനയുണ്ട്. ഒരാൾ ഇല്ലെന്ന് ഒരാൾ ഉണ്ടെന്നും പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട ഹഫ്സ ബീവി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് തുടർച്ചയായിട്ട് നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നു. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ. ഇത് ഹാജിമാർക്ക് മക്കയിൽ വെച്ച് ഓരോ നോൽക്കൽ സുന്നത്താണ്. പക്ഷേ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫ ദിവസം അവർക്ക് നോമ്പ് നോൽക്കൽ കറാഹത്ത് നല്ലതല്ല. കാരണം നാളെ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാനമായ കർമ്മങ്ങൾക്ക് മൊത്തം ഇവർക്ക് ക്ഷീണം ഉണ്ടാക്കാൻ പറ്റാൻ പറ്റും. കാരണം പെരുന്നാളിന്റെ ദിവസം ഉള്ള അമലുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. മിനായിൽ പോയി കല്ലെറിയണം, അവിടെ പ്രയാസങ്ങളും തിരക്കുകളെല്ലാം അറിയേണ്ടി വരും.
പിന്നെ അറവിന് വേണ്ടി പോകണം, പിന്നെ മുടി കളയേണ്ടി വരും. പിന്നെ അതേ ദിവസം തന്നെ മിക്കവാറും ആളുകളൊക്കെ പിന്നെ പോകുന്നത് തവാഫിന് പോകണം, തവാഫ് ചെയ്യണം, അതിനുശേഷം സഅയ് ചെയ്യണം. ഇതെല്ലാം കൂടെ ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളെല്ലാം കൂടെ ചെയ്ത് ഏകദേശം റെസ്റ്റ് എടുക്കുമ്പോഴേക്ക് അന്ന് വൈകുന്നേരമായി പോകും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് യൗമുൽ ഖർറ് എന്ന് പറയുന്നത്. അതും ഖത്തീബോട് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് അറഫാ ദിവസമാണെങ്കിൽ രണ്ടാമത്തെ ദിവസമാകുന്ന യൗമുൻ നഹർ, അറവിന്റെ ദിവസമാകുന്ന പെരുന്നാളിന്റെ ദിവസം, ആ പെരുന്നാളിന്റെ ദിവസമാണ് രണ്ടാമത്തെ ശ്രേഷ്ഠത. ശ്രേഷ്ഠയുടെ വിഷയത്തിൽ രണ്ടാം സ്ഥാനം അതിനാണ്. മൂന്നാമത്തെ സ്ഥാനം യൗമുൽ ഖർറ് എന്ന പേര് നാമകരണം ചെയ്യപ്പെട്ട അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ തന്നെ അതിന് യൗമുൽ ഖർറ് എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അയ്യാമു തശ്രീഖിന്റെ ആദ്യത്തെ ദിവസമാകുന്ന ദുൽഹജ്ജ് 11. കാരണം അതോടുകൂടി ഏകദേശം മിനായിൽ ഹാജിമാർ ഉറക്കുന്ന ദിവസമാണ്. പിന്നെ അവർക്ക് പിന്നെ ഓടിപ്പായാനുള്ള കർമ്മങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഏകദേശമൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചു. ഇനി ആകെ കൂടി ചെയ്യാനുള്ളത് ഒരു എറിഞ്ഞ് വരലാണ്. അത് ലോറ് കഴിഞ്ഞാൽ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പണിയുള്ള മിനായിൽ കിടന്ന് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്. സ്ഥിരമായി ഒന്ന് ഉറച്ചു നിൽക്കുന്ന ദിവസമാകുന്ന അയ്യാമു തശ്രീഖിന്റെ 11ാമത്തെ ദിവസം. ഇവിടെ മസലപരമായി നോക്കുകയാണെങ്കിൽ പെരുന്നാളിന്റെ 2 പെരുന്നാളിൽ നോമ്പനുഷ്ഠിച്ചാൽ അത് സഹീഹാവുകയില്ല എന്ന് അറിയിക്കുന്ന വ്യക്തമായ ഹദീസ് ആയിഷ ബിബിയുടെ ഹദീസ് ഖത്തീബ് ഉണർത്തും. ഇതിനോട് പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണെന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു റിവായത്തിലൂടെ കാണാൻ സാധിക്കും അയ്യാമു തശ്രീഖിന്റെ ഈ 3 ദിവസങ്ങൾ അയ്യാമു അക്ലിൻ വശുർബിൻ, അത് ഭക്ഷണങ്ങൾ ഭക്ഷിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് ആസ്വദിക്കേണ്ട ദിവസങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചാൽ ആ നോമ്പ് സഹിയാവൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഭൂരിപക്ഷമുള്ളത്. ഈ ദിവസവും പെരുന്നാളിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടതാണ്. അത് ഈ ദിവസങ്ങൾക്കാണ് അയ്യാമു മഅദൂദാത്ത് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ബഹീമത്തുൽ അൻആം കന്നുകാലികൾ, ഈ കന്നുകാലികൾക്കാണ് ഉലുഹിയ്യത്തുള്ളൂ. വേറെ കുറെ സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടില്. നമ്മൾ തന്നെ ഭക്ഷിക്കാൻ ഭക്ഷണ യോഗ്യമായ ഇസ്ലാമിൽ അനുവദനീയമായ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലൊന്നും നിബിധങ്ങളിലൊന്നും ഒരുപക്ഷെ ഉലുഹിയ്യത്ത്, അഖീഖ, ഹദിയ പോലുള്ളത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആട്, മാട്, ഒട്ടകം, ഈ 3 വസ്തുക്കളിലാണ് ഉലുഹിയ്യത്തും അഖീഖയും ഹദിയകളും ഒക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ. ഒരാൾക്കൊരു കുട്ടി ഉണ്ടായിട്ട് ആൾ വിചാരിക്കും ഞാനൊരു മാനിനെ അറുത്ത് കൊടുത്താൽ എന്താണ്? അതിന്റെ പ്രതിഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൊന്നും കർമ്മരംഗത്തങ്ങളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് ഉലുഹിയ്യത്ത് അറുക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസം എന്നാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ശരീഫിലെ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടേണ്ടത് ബലിമൃഗങ്ങളുടെ മേൽ കത്തിവെക്കാൻ ഈ 3-4 ദിവസങ്ങളേ ഉള്ളൂ. ഒന്ന് പെരുന്നാളിന്റെ നമസ്കാരത്തിന് ശേഷമുള്ള സമയം, പെരുന്നാളിന്റെ അന്ന്. പിന്നീട് 11, 12, 13 ദിവസങ്ങളിലും കൂടെ ഉലുഹിയ്യത്തിന്റെ സമയമാണ്. അതുകൊണ്ട് യാതൊരു പോരായ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും നടത്താതിരിക്കേണ്ട ആവശ്യമില്ല. ഇമാമുന ഷാഫി റളിയല്ലാഹു തആല വളരെ ശക്തമായ രീതിയിൽ ഈ 4 ദിവസവും അതിൽപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. ഈ 4 ദിവസവും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അത് അയ്യാമു തശ്രീഖിന്റെ 2 ദിവസങ്ങളും കൂടെ ചേർത്തുകൊണ്ട് 4ാമത്തെ ദിവസം ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ദിവസങ്ങളൊക്കെ ഉലുഹിയ്യത്തിന് പറ്റിയ ദിവസങ്ങളാണ്. ഉലുഹിയ്യത്ത് നമുക്ക് നേരിട്ട് നമ്മുടെ കൈകളുടെ തന്നെ അറക്കുന്നതിന്റെ പുണ്യം വിവരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം പറഞ്ഞു. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഖുത്ബ മിമ്പറിൽ നിന്നും ഇറങ്ങി താഴെ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കബ്ശൈനി നല്ല ആകാരവൃത്തത്തിലുള്ള 2 കൊമ്പുള്ള നല്ല ചാരനിറത്തിലുള്ള 2 ആടുകളെ കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് നിരുതങ്ങൾ അവിടെ നിന്ന് നിരുതങ്ങളുടെ തന്നെ കൈകൊണ്ട് തങ്ങളുടെ പുണ്യ കാൽപാദത്തെ അതിന്റെ മുഖഭാഗത്ത് വെച്ച് അമർത്തി വെച്ചുകൊണ്ട് അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് ആ ആടുകളെ അറുത്തു. അത് ഒന്ന് അറുക്കുമ്പോൾ നിരുതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഇത് എനിക്കും എന്റെ ഉമ്മത്തിൽപ്പെട്ട ഉലുഹിയ്യത്ത് അറുക്കാൻ സാധ്യമാകാതെ പോയിട്ടുള്ള ആളുകൾക്കുമാണ്. മറ്റൊരു അന്നി അഹിലി എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടിയാണ് മറ്റൊരാട് എന്നും പറഞ്ഞൊരു നിങ്ങൾ അവിടെ നടത്തും. ഇവിടെ ഖത്തീബ് ഒരു മസലയും കൂടെ പറഞ്ഞു. ഇവിടെ നമ്മളിങ്ങനെ അറക്കുന്ന സമയത്ത് പ്രത്യേകം പലതരത്തിലുള്ള അറിവുകൾ നമ്മൾ ശീലിച്ചു പോന്നിട്ടുണ്ട്. ഒന്ന് ഉലുഹിയ്യത്ത്, മറ്റൊന്ന് കാബയിലേക്ക് നമ്മൾ പോയിട്ട് അവിടുന്ന് അറക്കുന്ന അതിന് ഹദിയ എന്ന് പറയും, മറ്റൊന്ന് അഖീഖ എന്ന് പറയും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറിവുകൾ പറയും. നിബിധങ്ങൾ അവിടുന്ന് ഇത്തരം അറിവുകൾ ഇബാദത്തിന്റെ അറിവുകളായിട്ട് അറുത്തിട്ടുള്ള ഇത്തരം അറിവുകളിൽ ഒന്നുപോലും മരിച്ചുപോയ ആളുകൾക്ക് പ്രത്യേകം പറഞ്ഞുകൊണ്ട് അറുത്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല.
മറച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞതായിട്ട് എന്ന് പറഞ്ഞ ഉൾപ്പെടില്ല എന്നല്ല. എനിക്കും എന്റെ അഹലുകാർക്ക് എന്നൊരു വിധങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ പെൺമക്കളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, അവിടുത്തെ ഭാര്യമാരിൽ നിന്ന് മരിച്ചുപോയവരൊക്കെ ഉണ്ട്. പക്ഷെ പ്രത്യേകം പേരെടുത്തൊന്നും നിങ്ങൾ പറഞ്ഞില്ല. എന്റെ അഹല് എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും പെടും. അവര് ജീവിച്ചവരും പെടും, മരിച്ചവരും പെടാം. പക്ഷെ ആയിഷ ബീബി, ഖദീജ ബീബി മരിച്ചതിന് ശേഷവും ഖദീജ ബീബിക്ക് വേണ്ടി ഈസാൽ സവാബ് അവരെ സ്മരിച്ചുകൊണ്ട് അവർക്ക് പ്രതിഫലം എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ സ്നേഹിതകളും അവരുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരികളുമായ ആളുകൾക്ക് ആർക്ക് ഭക്ഷണ നിബിധങ്ങൾ കൊടുത്തയച്ചതായിട്ട് ചരിത്രത്തിലൂടെ കാണുന്നുണ്ട് താനും. ഇങ്ങനെ ഉൽഹിയ്യത്ത് അറക്കുമ്പോൾ അതിൻ്റെതായ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഗതികളാണ്. ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്യുന്ന മൃഗം ഈ മൂന്ന് വസ്തുക്കൾപ്പെട്ട ഏതെങ്കിലും ആകണം. അതിന്റെ വയസ്സിനെ സംബന്ധിച്ചോളം വളരെ കൃത്യമായി പണ്ഡിതന്മാരെ ഹദീസിലൂടെ തന്നെ സമർപ്പിച്ചു വന്നിട്ടുണ്ട്. അതായത് ആട് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആടുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന 2-3 തരം ആടുകളുണ്ട്. ഒന്ന്, അത് 5-6 മാസം കെട്ടാകുമ്പോഴേക്കും അത്യാവശ്യം ഒരു വെയിറ്റും തൂക്കമൊക്കെ വെക്കുന്ന ഒരു വർഗം. മഅസ് എന്ന് പറയും, നമ്മളെ കോലാട് എന്നുള്ള സാധനം അങ്ങനെയൊന്ന് പെട്ടെന്ന് വളർച്ചയൊന്നും വെക്കാത്ത ഒരു സൈസ്, ഒരു തരം വെള്ളാതെ ഇറച്ചും തൂക്കൊന്നും വെക്കാത്ത സൈസ് ആടുകൾ. ഈ 2 വിഭാഗത്തെയും വേർതിരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റതിന് തൂക്കം വേഗം വെച്ച് വരുന്ന ആടുകളാണെങ്കിൽ അതിന് 6 മാസം മതി, 6 മാസം അതിനപ്പുറം പോയാൽ മതി. അല്ലാത്ത വളർച്ച കുറവുള്ള ആടുകൾ, ആ വർഗം ആടുകൾക്ക് അത് 1 കൊല്ലമെങ്കിലും തികയണം, എന്നിട്ട് അതിനർത്ഥമാവും. ഈ 3 കർമ്മങ്ങളിലും, അത് അഖീഖയാണെങ്കിലും ഹദിയാണെങ്കിലും ഉൽഹിയ്യത്താണെങ്കിലും അത് വേണമെന്ന് പറഞ്ഞു. മറ്റു മൃഗങ്ങളാകുന്ന കന്നുകാലികൾ, നമ്മുടെ നാട്ടിലുള്ള പശു, പോത്ത്, എരുമ ഇതുപോലുള്ള വസ്തുക്കൾക്ക് 2 വർഷമാണ് പണ്ഡിതന്മാർ കൊടുത്തുള്ളത്. 2 വയസ്സ് തികയണം. അതൊക്കെ പെട്ടെന്ന് തന്നെ അതിന്റെ കന്നുകാലികളുമായി ബന്ധമുള്ള ആളുകൾക്ക് അതിന്റെ പല്ലൊന്ന് നോക്കിയാൽ തന്നെ തിരിച്ചറിയും 2 കൊല്ലമായിട്ടുണ്ടോ അല്ലെന്ന് പറഞ്ഞു. അതാണ്. ഒട്ടകത്തെ സംബന്ധിച്ചോളം അത് അറക്കണമെങ്കിൽ ഇവിടെ ലഭ്യമാണ്, അറക്കാൻ വളരെ സുഖമാണ്. ഷെയറ് ചേർന്ന് മലയാളികൾ പോലും ഇവിടെ അറച്ചിട്ടുണ്ട് എന്റെ അറിവിൽ തന്നെ. അവരെ അറക്കാം. പക്ഷെ അതിനും വേണം 5 വയസ്സ് തികയണം ഒട്ടകത്തെ സംബന്ധിച്ചോളം. അതിന്റെ അറവിന്റെ പ്രായത്തെ പറ്റി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് 5 വയസ്സാണ്. ഇങ്ങനെയാണ് ഈ വസ്തുക്കളുടെ രൂപം. ഇതിലൊക്കെ നിബിധങ്ങളുടെ വ്യക്തമായ ഹദീസുകളിലൂടെ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും നല്ലത് ധർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് മാത്രമല്ല, ഈ ഉൽഹിയ്യത്ത് മൃഗം, ബലിമൃഗം എന്നുള്ളത് അള്ളാഹുവിന്റെ ശആയിറുകളിൽപ്പെട്ടതാണ്. ഖത്തീബ് ഉണർത്തിയ ആയത്തിലുള്ള 2ാമത്തെ ഖുത്ബയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് അള്ളാഹുവിന്റെ ശആയിറുകളിൽപ്പെട്ടതാണ്, പടച്ചവന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശആയിറുകളെ ആര് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ അത് ഹൃദയത്തിന്റെ തഖ്വയിൽ നിന്ന് ഉടലെടുക്കപ്പെടുന്നതാണ്. ഹൃദയത്തിന്റെ തഖ്വയുള്ളതായതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാത്ത ഒരു മുടക്കാച്ചെറുക്കായ സാധനത്തെ പിടിച്ചിട്ട്, അതല്ലെങ്കിൽ വലിയ കോറമില്ലാത്ത മുതലിനെ പിടിച്ചിട്ട് നിങ്ങൾ അർത്ഥകൊണ്ട് അള്ളാഹ്ക്ക് ഇത് വേണ്ടി അള്ളാഹ്ക്ക് എന്ത് പറയരുത്. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ദീനിന്റെ ഇൽമു പഠിക്കാൻ, ദീനിന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെയും ഹദീസിന്റെയും വിജ്ഞാനങ്ങൾ പഠിക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന പണ്ഡിതന്മാര് പണ്ട് മക്കളോട് നമ്മൾ പറയാറുണ്ട്, SSLC എങ്ങനെ തോറ്റാന്നെ പള്ളി ദിവസം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മള് ആർക്കും വേണ്ടാത്തതിന് അള്ളാഹ്ക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുന്ന പരിപാടി. അപ്പൊ അതുകൊണ്ട് ഇത്തരം സ്വഭാവം ഇതിൽ പാടില്ല എന്ന് പണ്ഡിതന്മാർ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുന്റെ ദീൻ പഠിക്കാൻ, പടച്ചവന്റെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളെ ഹയാത്താക്കാൻ ഒരു പണ്ഡിതനായി തലക്കിയാൻ ഒരു മടക്കാതിരക്കായ മണ്ടന്മാരെ കൊണ്ടുപോയിട്ട് മക്കളെ കൊണ്ടുപോയി കൊടുക്കുന്ന സ്വഭാവം ഇതല്ല പടച്ചവൻ ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോ അതിനെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അല്ലാഹു തആല പറഞ്ഞു, കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും വല്ലാ അഖ്റജനാലക്കും മിനൽ അർള്. നിങ്ങൾ ധർമ്മം ചെയ്യേണ്ടതും അങ്ങനെയാണ്. ഏറ്റവും നല്ലതെടുത്ത് കൊടുക്കണം, ഏറ്റവും നല്ലതിനെ കൊടുക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അഖ്റഇനെയും അതേ ഔറയിനെയും കണ്ണു കാണാതെ കണ്ണു കാഴ്ച നഷ്ടപ്പെട്ട മൃഗങ്ങള്, അതേപോലെ തന്നെ കൊമ്പ് മുറിഞ്ഞ് വികൃതമായി പോയ മൃഗങ്ങള്, ചെവി പാടെ മുറിഞ്ഞു പോയിട്ടുള്ളത്, ഇങ്ങനത്തെ അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടി ആ ഒട്ടിയത് കൊണ്ട് തന്നെ അറിയാതെ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേണ്ട രീതിയിൽ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. അങ്ങനത്തത്, ഇങ്ങനത്തെ അയബുള്ളത് ഇതൊക്കെ നിങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് വളരെ നല്ലത് നോക്കി സെലക്ട് ചെയ്യണമെന്നാണ്. അതിൽ കൊമ്പിന്റെ പൊട്ട് അത് ഭാഗികമായി ചിലപ്പോ ചെവി കീറിയതുണ്ടാവും, അത് മുറിഞ്ഞൊന്നുണ്ടാവില്ല. പക്ഷെ ചെവിന്റെ കുറ്റിയല്ലാതെ അത് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടൊക്കെ ഉണ്ടാവും, കാരണം സാധാരണ മൃഗങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ മസല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചെവി മുറിഞ്ഞത് എന്നാൽ ചെവി പുള്ളു പോയത് എന്നാ ഉദ്ദേശിച്ചത്. ഒരല്പം അവിടെ ഇവിടെയൊക്കെ പൊട്ടും മുറിയുള്ളതുകൊണ്ട് നിങ്ങൾ അതിനെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട്
തീരെ കിട്ടാത്ത അവസ്ഥയിലേക്കായി നിങ്ങൾ അത് അറക്കാൻ വഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോടണ്ട. അതുകൊണ്ട് അല്പമൊക്കെ മുറിഞ്ഞതൊക്കെ കുഴപ്പമൊന്നുമില്ല. കൊമ്പ് പൊട്ടിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊമ്പ് അതിന്റെ പാടെ പൊട്ടിപ്പോകുന്ന ജീവികളാണ്. എവിടെയെങ്കിലുമൊക്കെ കൊമ്പ് തട്ടി ഒരു ഭാഗമൊക്കെ മുറിഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങൾ അതിനെ അറക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അതും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മുറിഞ്ഞത് ഭാഗ്യമായി മുറിഞ്ഞൊക്കെ അറക്കാവുന്നതാണ്. പിന്നെ മുടന്തുകാല്, അത് ബൈജുൽ ഔറാജ് അറജുഹ എന്ന് നിബിധങ്ങളുടെ ഹദീസ് തന്നെ കാണാൻ സാധിക്കും. വലൽ ആറജു അൽ ബൈജുൽ അറജുഹ. മുടന്തൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ കൃത്യമായ മുടന്താണ്. അത് നേരെ നേരെ ആർക്ക് ദൂരെ നിന്ന് നോക്കിയാൽ പോലും വ്യക്തമാകുന്ന രീതിയിലുള്ള മുടന്ത്, അങ്ങനത്തെ മുടന്താണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചെറിയ ചെറിയ മുടന്തുകളൊന്നും നിങ്ങൾ അത് ന്യൂനതയായി നിങ്ങൾ ഒഴിവാക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലൂടെ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലത് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ നല്ലതായിരിക്കേണ്ടത് നമ്മൾ ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ട മുതല്, മാല്, അത് ഹലാലായ മാലിൽ നിന്നും എടുത്ത് ധർമ്മം ചെയ്യേണ്ടതുണ്ട്. ഇതും അതിന്റെ നന്മയുടെ ഭാഗമാണ് എന്ന് പ്രത്യേകം ഓർക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു മസല അറിഞ്ഞിരിക്കേണ്ടത്, എല്ലാവരും വിളിച്ചു ചോദിക്കാറുള്ള വിഷയമാണ്, ഇത് ഇറച്ചി എങ്ങനെയൊക്കെയാണ്, ഇത് തിന്നാൻ പറ്റുമോ, വിൽക്കാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ, ആർക്ക് കൊടുക്കാൻ പറ്റുമോ, ആർക്ക് കൊടുക്കാൻ പറ്റൂല. ഇതിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ എന്ന ആയത്തിൽ കാണാൻ സാധിക്കും. മറ്റേ ആയത്തിലൂടെയും കാണും. രണ്ടായത്തിൽ കാണാൻ സാധിക്കും. ഈ 3 ഭാഗമായി ഈ ആയത്തിലൂടെ പണ്ഡിതന്മാരെ വർണ്ണിക്കുന്നുണ്ട്. 3 ഭാഗമായി. ഒന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്നാണ്. നിങ്ങൾക്ക് സ്വയം വീട്ടുകാർക്ക് ഭക്ഷിക്കാൻ, അവന് വന്ന കുടുംബത്തിന് ഭക്ഷിക്കാൻ വേണ്ടി ഒരു ഭാഗം എടുക്കുക. മറ്റൊരു മൂന്നിലൊരു ഭാഗം അത് സമൂഹത്തിൽ അത്യാവശ്യം സമ്പന്നതയും ഇതൊക്കെയുള്ള ആളുകൾക്കും കൊടുക്കാം. അവിടെ ഫക്കീറന്മാരാണോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളവർക്ക് ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കുക. മൂന്നാമത്തതാണ് ഫക്കീർ ഒന്ന് കാന്, മറ്റൊന്ന് മോട്ടർ. മോട്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളിൽ നിന്നും എന്തെങ്കിലും ഒരു പൊതി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന ആളുകൾ, നേരെ നേരെ ചോദിച്ചാലും ഇല്ലെങ്കിലും ശരി. ഇങ്ങനത്തെ ദാരിദ്ര്യം പ്രയാസമുള്ള ആളുകൾക്കും കൊടുക്കണം, ഫുഖറാക്കൾക്കും കൊടുക്കണം, അതോടൊപ്പം സമൂഹത്തിൽ സമ്പന്നതയുള്ള ആളുകൾക്കും കൊടുക്കണം. ഇങ്ങനെ 2 വിഭാഗം ആളുകൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾക്ക് പക്ഷേ ഒന്നുപോലും വിൽക്കാൻ പറ്റൂല, വിൽക്കാനും പറ്റൂല, അതിന്റെ തൊലി പോലും വിറ്റിട്ട് കാശാക്കാൻ പറ്റൂല, ധർമ്മം ചെയ്യാന്നല്ലാതെ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ അറബുകാരന് കൂലിയായിട്ട് തോലട് കൊടുത്തു എന്ന് പറയും. അല്ലെ കുറെ ഇറച്ചി അധികം കൊടുത്തിട്ടുണ്ട്, അതിന് കൂലി അതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതും പറ്റൂല. അറബ് ചെയ്യുന്ന ആളുകൾക്കുള്ള കൂലിക്ക് വേണ്ടി നിങ്ങൾ വേറെ തന്നെ കാണണം. ഈ അറബുകാരന് കൂലി ഒരു 500 രൂപയാണ് കൂലി, അത് കൊടുത്തു. അതിനുശേഷം എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓടിച്ചെടുത്തുണ്ടായിക്കോ പാവല്ലേ എന്ന് വിചാരിച്ച് ധർമ്മ രൂപത്തിൽ വേണമെങ്കിൽ തോന്നും കൂടെ കൊടുക്കാന്നല്ലാതെ കൂലിക്ക് ബദലായിട്ട് ഒരിക്കലും ഇത് കാണാൻ പാടില്ല. കാരണം അതിലൊന്നും വിൽക്കാൻ പാടില്ല, അതിന്റെ ഒരു സാധനം വിൽക്കാൻ പാടില്ല. വിറ്റും നമ്മള് കാശാക്കുന്ന തൊലി അത് അങ്ങനെ തന്നെ കാശ് നമ്മൾ ധർമ്മം ചെയ്തേക്കണം. ഈ പറഞ്ഞ ഭാഗത്തേക്ക് കൂലിക്ക് നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് കാണരുത്. പക്ഷെ നമ്മൾ അർപ്പിട്ടു ഒരു കഷ്ണം പോലും ധർമ്മം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല, വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്ന എത്രയോ മേഖലകളുണ്ട്. എന്നാലും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടും. അർത്ഥകാണ്ട ഉത്തരവാദിത്വമുള്ളൂ നമുക്ക്. ആരെങ്കിലും എടുത്തുണ്ടോനെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മൾ തിന്നുക എന്നുള്ളത് അതിൽ ഏറ്റവും മോശമായ സുന്നത്തായതുകൊണ്ട് കുറച്ച് നമുക്ക് എടുത്തു കൊണ്ടുവരാം. ബാക്കി ആരാ കൊണ്ടുവനെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളത് വെച്ചാൽ മതി. ഇങ്ങനത്തെ ഒരു മസലയാകുമ്പോ പിന്നെ നമ്മൾ ഇവിടെ സംശയിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഹിന്ദുക്കൾ അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കള്, ക്രിസ്ത്യാനികൾ, ഇങ്ങനത്തെ പോലുള്ള നമ്മളെ അയൽവാസികളായ ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന്. ഒരിക്കലും ഇത് ഫർളും അതേപോലെ വാജിബുമായ സംഗതിയല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത് കൊടുക്കുകയും ചെയ്യാം. കൊടുത്തതൊരു സഹാബത്തിന്റെ ചരിത്രമുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസ്, ഈജിപ്തിന്റെ ഗവർണറായ അംർ ബിൻ അൽ ആസിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു മൃഗത്തെ അറുത്തുകൊണ്ട് തൊലിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയുന്നുണ്ട്, നീ ആദ്യമായി തൊലി എപ്പോ തൊലിച്ചുകൊണ്ട് കഴിയുമ്പോ ഉടനെ നീ ആദ്യം വിചാരി നൽകിയ പുതി ആദ്യം നമ്മളെ ജൂതനക്ക് കൊടുക്കണം കേട്ടോ എന്ന് 4-5 വട്ടങ്ങൾ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. കുറെ പറഞ്ഞപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ഇങ്ങനെ എന്തിനായി ജൂതനെ പറ്റി ഇങ്ങനെ വല്ലാതെ പറയുന്നത് വെച്ചു. അത് വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരു അയൽവാസം കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അയൽവാസികളുടെ വിഷയത്തിൽ അല്ലാഹു തആല നമ്മളോട് നിയമങ്ങൾ വളരെ ശക്തമായി ഉണർത്തി അല്ലാഹു തആല അവരോടുള്ള ഹക്കിന്റെ വിഷയത്തിൽ നമ്മൾ ഉണർത്തിയിട്ട് നമ്മൾ വിചാരിച്ചു പോയി, പേടിച്ചു പോയി, നമ്മൾ അവരെ അനന്തരാവകാശികളാക്കി കളയുമോ എന്ന് വരെ ഞങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് അവരുടെ വിഷയത്തിൽ ഞങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഉണർത്തി സഹാബത്തിന് ഉണർത്തി കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഇതേപോലെ ഒരു ബലിമൃഗത്തെ അറുത്തപ്പോ ഒരു വീടുകളിലൊക്കെ കൊടുത്തയച്ചപ്പോ അടുത്തുള്ള ജൂതനായ ഒരു ആൾക്ക് സുഹൃത്തിന് കൊടുത്തയച്ചോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആയിഷ ബീബിയോട്.
ഇല്ല ഗതി എന്ന് പറഞ്ഞപ്പോ ഒന്നാ കൊടുത്താക്കി എന്ന് പറഞ്ഞ ഹദീസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം സുന്നത്തായ ഉളുഹിയത്ത് എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ ജനിച്ചാൽ അറക്കുന്ന അഖീഖ മൃഗത്തിനാലും ശരി, മറ്റ് ഹദിയകളാണെങ്കിലും ശരി, സുന്നത്തായ ഇത്തരം ധർമ്മങ്ങളിൽ അറക്കപ്പെടുന്ന ബലിമൃഗങ്ങളുടെ മാംസങ്ങൾ അത് ഇത്തരം നിബന്ധനകളോടെ ആയിരിക്കണം. ഏത് നിബന്ധന? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ അയൽവാസി എന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ നമ്മളുമായി മഹബത്തിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവർക്കൊരു വിഷമുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊക്കെ ആയിരിക്കണം. അതല്ലെങ്കിൽ അവനും ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവനെയും സഹായിക്കുന്ന അർത്ഥത്തിലായിരിക്കണം. പക്ഷേ ഇതിൽ നിന്ന് പണ്ഡിതന്മാരെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. നമ്മളോട് ശത്രുത പ്രഖ്യാപിച്ച, നമ്മളോട് മുസ്ലിം സമൂഹത്തെ കൊല്ലുവാനും നാടിൽ നിന്നും അടിച്ചോടിക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ അംഗബലമുള്ള അംഗത്വപ്പെടുത്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് വളരെ കൃത്യമായി നമുക്കറിയാവുന്നവനാണെങ്കിൽ, അവൻ കരകെട്ടിയാൽ മുസ്ലിമിനെതിരെ തിരിയുന്നവനാണെന്ന് അറിയാമെങ്കിൽ അവന് പക്ഷെ കൊടുക്കാം. എപ്പോ? ആ വീട്ടിൽ എന്നാലും ഫഖറുള്ളവർ അവിടെയുണ്ട്, ദാരിദ്ര്യമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാമെങ്കിൽ കൊടുക്കാം. പക്ഷെ അവൻ സമ്പന്നനാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ളവനാണ്, അവന് ഹദിയ രൂപത്തിൽ കൊടുക്കാൻ പാടില്ല എന്ന് മന്ത്രിമാർ തിരിച്ചു പറയുന്നത്. കാരണം സമ്പന്നമാർക്ക് കൊടുക്കുമ്പോൾ അത് ഹദിയായി മാറും. ഹദിയ എന്ന് പറയുന്നത് ആ മഹബത്ത് ഉണ്ടാക്കാനുള്ള, സ്നേഹം ഉണ്ടാക്കാനുള്ള സാധനം, അത് ആവശ്യം നിർവഹിക്കാനുള്ളതല്ല. ഹദിയ എന്ന് പറയുന്നത് അത് സാമ്പത്തിക ശേഷിയും വിഭവങ്ങളും ഒക്കെ ഉള്ള ആളുകൾക്കും സൗകര്യമുള്ളവർക്കും നമ്മൾ ഹദിയ എടുക്കാറുണ്ട്. അത് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്നേഹബന്ധം സ്ഥാപിക്കാൻ നമ്മളോട് കൃത്യമായ ശത്രുത വെച്ച് പുലർത്തുന്ന അമുസ്ലിം സുഹൃത്തുക്കളോട്, അമുസ്ലിമീങ്ങളോട് നമുക്ക് സ്നേഹം പാടില്ല എന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും അൻ തവല്ലൂഹും വമൻ യതവല്ലഹും എന്ന് അല്ലാഹു തആല വ്യക്തമായ താക്കീത് നൽകുന്നുണ്ട്. അവരെ നിങ്ങൾ സ്നേഹിക്കരുത്, അവർക്ക് നിങ്ങൾ സ്നേഹബന്ധം പകർത്തി നൽകരുത്, അവരോട് നിങ്ങൾ സുഹൃത്തുക്കളാക്കി നിങ്ങൾ അവരെ സ്വീകരിക്കരുത്. നിങ്ങളെ അടിച്ചോടിക്കുകയും നിങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുക്കളായ ആളുകളോട്. പക്ഷേ അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് നമുക്കറിയാം. പക്ഷേ ആ വീട്ടിലും ദാരിദ്ര്യമുണ്ടെങ്കിൽ ഒരു ഫക്കീറിന് കൊടുക്കുന്ന രൂപത്തിൽ ആ വീട്ടിലെ വിശപ്പടക്കാൻ നമ്മൾ കൊടുക്കാം. അത് മറ്റൊരു ലക്ഷ്യമാണ്, താല്പര്യം വേറെയാണ്. അത് അവന്റെയും വിശപ്പിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. സാക്ഷാൽ നമ്മളോട് ശത്രുത പുലർത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരുത്തനാണെങ്കിൽ പോലും അവൻ റോഡിൽ ആക്സിഡന്റായി ചോരയിൽ കിടക്കുമ്പോ നമ്മൾ അവൻ എടുത്തുകൊണ്ടുപോകും. അത് നമ്മുടെ ധർമ്മമാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അവനെ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്ന് നോക്കാതെ ചെയ്യേണ്ട ഉപകാരം, ഒരു പരോപകാരം എന്നൊരു മാനസികമായ കടമകൾ ആരോട് ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നിർവഹിക്കാനും കർമ്മങ്ങൾ നിർവഹിക്കുവാനും ഈ പുണ്യ ദിവസങ്ങളുടെ സാക്ഷരതകൾ മുഴുവൻ കൈവരിക്കാനും അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളുടെ മഹത്വങ്ങളെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പരമാവധി നോമ്പനുഷ്ഠിക്കാവുന്ന സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിച്ച് രാത്രികളിൽ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ തിലാവത്തും ദിക്റുകളും ഒക്കെ അമിതമായി ഉച്ചരിച്ചുകൊണ്ട് ഇബാദത്ത് കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരീക്ഷിച്ച ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ പരീക്ഷണമെന്ന് അള്ളാഹു തആല പറഞ്ഞ إن هذا لهو البلاء المبين فلما أسلم وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين. മകൻ ഇസ്മായിൽ നബിയെ കേവലം 13 വയസ്സുള്ളപ്പോൾ ബലികർപ്പിക്കാൻ വേണ്ടി എല്ലാം ഒരുങ്ങി തയ്യാറായിക്കൊണ്ട് തന്റെ മുഖത്തെ മണ്ണിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വാളോടിയ സമയത്താണ് അല്ലാഹു തആല വിളിച്ചു പറയുന്നത്, ഇബ്രാഹിമേ, നിന്റെ ഫിദിയ, നിനക്ക് വേണ്ടി നിന്റെ ഭാഗത്തുള്ള ഖുർബാൻ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, നിനക്ക് പ്രകാരമാണ് പ്രതിഫലം നൽകുന്നത്. ഇത് അതിശക്തമായ പരീക്ഷണമാണ്. അല്ലാഹു തആല അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് പിൽക്കാലക്കാരിൽ ഇബ്രാഹിം നബിയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നാം കൊണ്ടുപോയി എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇപ്പോൾ ഇബ്രാഹിം നബിയുടെ സ്മരണയും കൂടിയാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ഇബ്രാഹിം നബിയുടെ ആ ത്യാഗോജ്ജലമായ പരീക്ഷണത്തിൽ തീച്ചൂളയിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചതിന്റെ ഭാഗമായി ഒരു അനുസ്മരണയും കൂടിയായതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ തേട്ടമെന്ന നിലയിൽ നമ്മൾ ഒരു ഷെയറെങ്കിലും എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കർമ്മം നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇമാമല്ലാഹു അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുഅക്കദ സുന്നത്ത് എന്നല്ല വാജിബ് എന്നവരെ ഇമാമുല്ലാഹു അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ശക്തമായ സുന്നത്തായി നമ്മൾ നിർവഹിക്കുക. ഈ നിയ്യത്തുള്ള ആളുകൾ കഴിഞ്ഞ ആഴ്ച ഉണർത്തിയതുപോലെ തന്നെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ നിസ്കരിച്ച് ഈ മൃഗമറുത്ത്
കഴിയുന്നതുവരെയും താടി മുടി നഖങ്ങളൊക്കെ പോലുള്ളത് എടുക്കാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും എല്ലാ കർമ്മങ്ങളെയും അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മൾ യാത്ര അയച്ചിട്ടുള്ള നമ്മുടെ ഹാജിമാർക്ക് അവർക്ക് എല്ലാ രീതിയിലുള്ള സുരക്ഷയും അള്ളാഹു തആല നൽകി മഖ്ബൂലായ മബ്റൂറായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് നമ്മളിൽ വന്ന് കാണുവാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകളിൽ പാവങ്ങളായ സാധുക്കളായ ആളുകളായ നമ്മളെ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുന്ന അറഫാദിന്റെ സംഗമത്തിൽ പാവങ്ങളായ നമ്മളെയും പാവകർമ്മങ്ങളെ അള്ളാഹു തആല പുറത്ത് കഴുകി വൃത്തിയാക്കി അള്ളാഹു തആല നസൂഹായ തൗബ നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.